നോക്കട്ടെ. ഈ പ്രോബ്ലം നോക്കിയാൽ നമ്മളോട് പ്രോബ്ലത്തിൽ പറയുന്നത് നമുക്ക് 4 പ്രോഡക്ട്സ് ഉണ്ട്. ഏതൊക്കെയാണ്? എ, ബി, സി ആൻഡ് ഡി. These products can be sold either at the split off point or can be sold after further processing. ഈ പ്രോഡക്ട്സ് നമുക്ക് സ്പ്ലിറ്റ് ഓഫ് പോയിന്റിൽ വെച്ചും സെയിൽ ചെയ്യാം, അല്ലെങ്കിലോ ഫർദർ പ്രോസസ്സിംഗ് ചാർജസും കഴിഞ്ഞ് അങ്ങനെ നമുക്ക് സെയിൽ ചെയ്യാം. നിങ്ങളോട് അഡ്വൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഏത് പ്രോഡക്ട്സ് ആണ് അഡ്വൈസബിൾ ആയിട്ടുള്ളതെന്ന്, ഏതിലാണ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. യു ഹാവ് ടു അപ്പോർഷൻ ദിസ് എമൗണ്ട്. ജോയിൻറ്റ് കോസ്റ്റ് പ്രോഡക്റ്റിൽ തന്നിരിക്കുന്നത് 2,33,250 റുപ്പീസ് അപ്പോർഷൻ ചെയ്യണം എമംഗ് ദി 4 പ്രോഡക്ട്സ് ഓൺ സ്യൂട്ടബിൾ ബേസിസ്. വി ക്യാൻ അപ്പോർഷൻ ദി എമൗണ്ട് ഓൺ ദി ബേസിസ് ഓഫ് സെയിൽസ് വാല്യൂ. നമുക്ക് സെയിൽസിൻ്റെ ബേസിൽ ഇത് അപ്പോർഷൻ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം ഇതിൽ ഏത് പ്രോഡക്ട്സ് ആണ് അഡ്വൈസബിൾ ആയിട്ടുള്ളതെന്ന്. എന്താ ക്വസ്റ്റ്യൻ? എന്താ? 4 പ്രോഡക്ട്സ് നമുക്ക് തന്നിട്ടുണ്ട്. ദീസ് പ്രോഡക്ട്സ് ക്യാൻ ബി സോൾഡ് ഐദർ അറ്റ് ദി സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് ഓർ ആഫ്റ്റർ ഫർദർ പ്രോസസ്സിംഗ്. വിച്ച് ഓഫ് ദി പ്രോഡക്ട്സ് ഈസ് അഡ്വൈസബിൾ? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഏത് പ്രോഡക്റ്റ് ആണ് നിങ്ങൾ അഡ്വൈസബിൾ ആണ്? ഇതിൽ നോക്കുക 4 പ്രോഡക്റ്റിലും ഏതാണോ നമുക്ക് ലാഭം അല്ലെങ്കിൽ പ്രോഫിറ്റോ ലോസോ കമ്പയർ ചെയ്യാം. ലോസ് വരികയാണെങ്കിൽ നമുക്ക് ആ പ്രോഡക്റ്റ് വേണ്ടാന്ന് വയ്ക്കാം, അത് അഡ്വൈസബിൾ അല്ല. അങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്താം. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? 4 പ്രോഡക്ട്സ് ഉണ്ട്, എ, ബി ആൻഡ് സി. ഈ 4 പ്രോഡക്റ്റിൻ്റെയും 2 സെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. ഏതാ 2 സെയിൽസ്? ഒരു സെയിൽസ് എന്ന് പറയുന്നത് ഏതാ? This can be sold at the split off point. രണ്ടാമത്തെ സെയിൽസോ ആഫ്റ്റർ ഫർദർ പ്രോസസ്സിംഗ്. പ്രോസസ്സിംഗ് ചാർജസും നമുക്ക് പ്രോബ്ലത്തിൽ അവൈലബിൾ ആണ്. പ്രോബ്ലത്തിൽ വളരെ ക്ലിയർ ആയിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സെയിൽ എന്താ? അറ്റ് ദി സ്പ്ലിറ്റ് ഓഫ് ആണ്. സെക്കൻഡോ ആഫ്റ്റർ ഫർദർ പ്രോസസ്സിംഗ് ആണ്. നമ്മൾ ഇവിടെ എന്താ ചെയ്യാൻ പോണേ? വി ആർ പ്രിപ്പയറിംഗ് എ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് പ്രോഫിറ്റ് ഓർ ലോസ്. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നമുക്ക് അസർട്ടൈൻ ചെയ്യാം. അപ്പോൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നമ്മൾ എങ്ങനെ അസർട്ടൈൻ ചെയ്യും? സെയിൽസ് മൈനസ് കോസ്റ്റ് നോക്കാം അല്ലേ. ഇനി സെയിൽസ് തന്നെ നമുക്ക് 2 സെയിൽസ് ഉണ്ട്, അറ്റ് ദി സ്പ്ലിറ്റ് ഓഫ് ഉണ്ട്, ആഫ്റ്റർ ഫർദർ പ്രോസസ്സിംഗ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ സെയിൽസ് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ഇൻക്രിമെൻ്റൽ റവന്യൂ ഒക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു കോളം കൊടുക്കാം, ഇൻക്രിമെൻ്റൽ സെയിൽസ് വാല്യൂ. Incremental sales value, that means difference between the 2 sales. 2 sales തമ്മിലുള്ള ഡിഫറൻസ് അതിൻ്റെ ഇൻക്രിമെൻറ്റ്. ഫസ്റ്റ് സെയിൽസ് തന്നിട്ട് 2,10,000 തന്നിട്ടുണ്ട്. സെക്കൻഡ് സെയിൽ ആണെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 1,30,000 ആണ്. അപ്പോൾ ഇൻക്രിമെൻറ്റ്സ് എത്ര? ഡിഫറൻസ് എത്രയാണ്? 90,000. ഡിഫറൻസ് 2 സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ് 90,000. സെക്കൻഡ് കേസിലാണെങ്കിൽ 70,000. തേർഡ് കേസ് 12,000. ലാസ്റ്റ് 130,000. നമ്മൾ എഴുതിയിരിക്കുന്നത് നോക്കിയേ, ഇൻക്രിമെൻ്റൽ സെയിൽസ് വാല്യൂ. സെയിൽസിൽ തന്നെ 2 സെയിൽസ് ഉണ്ടല്ലോ പ്രോബ്ലത്തിൽ. ദാറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2 സെയിൽസ് ദാറ്റ് ക്യാൻ ബി സോൾഡ് അറ്റ് ദി സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് ഓർ ദാറ്റ് ക്യാൻ ബി സോൾഡ് ആഫ്റ്റർ ഫർദർ പ്രോസസ്സിംഗ്. ആ സെയിൽസ് തമ്മിലുള്ള ഇൻക്രിമെൻറ്റ്സ് ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് പ്രോബ്ലത്തിൽ എന്താ തന്നിരിക്കുന്നത്? ഫർദർ പ്രോസസ്സിംഗ് ചാർജ് തന്നിട്ടുണ്ട് അല്ലേ. ഫർദർ പ്രോസസ്സിംഗ് ചാർജസ്. ഫർദർ പ്രോസസ്സിംഗ് ചാർജസ് എത്രയാണ് പ്രോബ്ലത്തിൽ തന്നിരിക്കുന്നത് നോക്കിയേ? 80,000. ഫസ്റ്റ് കേസിൽ എയുടെ കേസിൽ 80,000. സെക്കൻഡ് കേസ് 65,000. തേർഡ് വൺ 22,000 and 24,000. Further processing charges is given to be 80,000, 65,000, 22,000 and 24,000 for D. ഇത് നമ്മൾ ഏത് കോളം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? ഇൻക്രിമെൻ്റൽ സെയിൽസ്, ദാറ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി 2 സെയിൽസ്. സെയിൽസ് ഇത്രയും വരുന്നുണ്ട്, കോസ്റ്റ് ആണെങ്കിൽ ഇത്രയാണ് വരുന്നത്. ഇനി പ്രോഫിറ്റ് ഓർ ലോസ് ആണോ നോക്കിയേ? പ്രോഫിറ്റ് ഓർ ലോസ്. ഫസ്റ്റ് കേസിൽ സെയിൽസ് ആണ് കൂടുതൽ അല്ലേ, കോസ്റ്റ് കുറവേ വരുന്നുള്ളൂ. അപ്പോൾ 10,000 റുപ്പീസ് വരും. 90,000 മൈനസ് 80,000. സെക്കൻഡ് കേസിലാണെങ്കിലും 70 മൈനസ് 65 എന്ന് പറയുമ്പോൾ 5,000 റുപ്പീസ് പ്രോഫിറ്റ് വരികയാണ്. പ്രോഫിറ്റ് ഈസ് 5,000 റുപ്പീസ്. തേർഡ് കേസ് നോക്കിയേ. തേർഡ് കേസിൽ കോസ്റ്റ് റവന്യൂ 12,000 ആണ്, വേറെ കോസ്റ്റ് ഈസ് റുപ്പീസ് 22,000. റവന്യൂ ഇൻകം 12,000 ഉള്ളൂ, കോസ്റ്റ് ആണെങ്കിലോ എക്സീഡ് ചെയ്യാണ് 22,000 വരുന്നുണ്ട് അല്ലേ. ദർ ഇസ് എ ഡിഫറൻസ് ഓഫ് റുപ്പീസ് 10,000. ബ്രാക്കറ്റിലിടാം, മൈനസ് ഫിഗർ ആണല്ലോ, ലോസ് ആണല്ലോ. ലാസ്റ്റ് കേസിൽ നോക്കിയത് സെയിൽസ് 30,000 ആണ്, കോസ്റ്റ് ആണെങ്കിൽ ഓൺലി 24,000 ഉള്ളൂ, അവിടെ പ്രോഫിറ്റ് ആണ് 6,000 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് വരുന്നുണ്ട്. ദിസ് ഈസ് ദി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് പ്രോഫിറ്റ് ഓർ ലോസ്.
അപ്പോൾ ഇതിൽ നമ്മുടെ ഫസ്റ്റ് കോളത്തിൽ നമ്മൾ എന്താ പ്രൊവൈഡ് ചെയ്തിരിക്കണേ, സെയിൽസ് ആണ് അല്ലേ. സെയിൽസ് എന്ന് പറയുമ്പോൾ രണ്ട് സെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. സെയിൽസ് അറ്റ് ദി സ്പ്ലിറ്റ് ഓഫ് പോയിന്റും ഉണ്ട്, ആഫ്റ്റർ ഫർദർ പ്രോസസ്സിംഗും ഉണ്ട്. അപ്പോൾ രണ്ട് സെയിൽസ് തമ്മിലുള്ള ഇൻക്രിമെന്റ്സ് ഡിഫറൻസ് ആണ് എടുത്തിരിക്കുന്നത്. 19 താഴോട്ട് 4 ഐറ്റം ഉണ്ട്. കോസ്റ്റ് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് 80, 65, 22 ആൻഡ് 12,000. പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്കറിയാം, ഇവിടെ സെയിൽസ് കൂടുതലാണ്, കോസ്റ്റ് കുറവേ ഉള്ളൂ. തേർഡ് കേസ് വന്നപ്പോൾ മാത്രം എന്ത് പറ്റി, കോസ്റ്റ് എക്സീഡ്സ് റവന്യൂ അല്ലേ. നമ്മളൊരു പ്രോബ്ലത്തിൽ ചെയ്തിട്ടുണ്ട്, ഇൻക്രിമെന്റൽ കോസ്റ്റ് ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തേർഡ് സ്റ്റേജ് വന്നപ്പോൾ എന്തായി, കോസ്റ്റ് എക്സീഡ് ചെയ്തു, റവന്യൂ ആണെങ്കിൽ കുറവാണ്. അപ്പോൾ ഈ കേസിൽ നമുക്ക് ലോസ് ആണ്. അപ്പോൾ നമുക്ക് നാലാമത്തെ കേസിൽ പ്രോഫിറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് നോട്ട് അഡ്വൈസബിൾ ടു കണ്ടിന്യൂ സി അല്ലേ. സീനെ നമുക്ക് ഫർദർ പ്രോസസ് ചെയ്യേണ്ട ആവശ്യമില്ല. സി എന്ത് ചെയ്യാം, ഇറ്റ് ക്യാൻ ബി സോൾഡ് അറ്റ് ദി സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് ഇറ്റ് സെൽഫ്. ഇറ്റ് ഈസ് നോട്ട് അഡ്വൈസബിൾ ടു സെൽ പ്രോഡക്റ്റ് സി ആഫ്റ്റർ ഫർദർ പ്രോസസ്സിങ്. എന്ന് വെച്ചാൽ ഫർദർ പ്രോസസ് ചെയ്തപ്പോൾ നമുക്ക് ലോസാണ് വരുന്നത്. ബാക്കി 3 പ്രോഡക്റ്റ് ആണെങ്കിലോ പ്രോഫിറ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ സിയുടെ കേസിൽ നമ്മളൊരു ഡിസിഷൻ എടുക്കുകയാണ്, ഇറ്റ് ഈസ് നോട്ട് അഡ്വൈസബിൾ ടു കെയർ പ്രോഡക്റ്റ് സി. എന്തുവാ ഈ പ്രോഡക്റ്റ് സിയുടെ കേസിൽ നമുക്ക് എന്ത് പറയാം, അതിന് റീസൺ എന്താ നമ്മൾ പറയണേ, കോസ്റ്റ് എക്സീഡ്സ് റവന്യൂ. ബാക്കി 3 കേസിലോ റവന്യൂ എക്സീഡ്സ് കോസ്റ്റ്. അതുകൊണ്ട് മൂന്നാമത്തെ പ്രോഡക്റ്റ് സി നമുക്ക് അഡ്വൈസബിൾ അല്ല. ദിസ് ഈസ് ദി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തത്. രണ്ടാമതിന് നമ്മൾ ഏത് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം, വി ഹാവ് ടു പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് അപ്പോർഷനിങ് ദിസ് എമൗണ്ട് 233, 250 റുപ്പീസ് അപ്പോർഷൻ ചെയ്യണം ഓൺ സ്യൂട്ടബിൾ ബേസിസ്. വി ക്യാൻ അപ്പോർഷൻ ഓൺ ദി ബേസിസ് ഓഫ് സെയിൽസ് വാല്യൂ. വാല്യൂൻ്റെ ബേസിൽ നമുക്ക് അപ്പോർഷൻ ചെയ്യാം. ഇത് ക്ലിയർ ആയോ? ഇതിൽ നമ്മൾ എന്താ ചെയ്തത്, 4 പ്രോഡക്ട്സ് എ ബി സി ഡി ഉണ്ട്, 2 സെയിൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻക്രിമെൻറ്റ്സ് നോക്കി, സെയിൽസിൽ വരുന്ന ഇൻക്രിമെൻറ്റ്സും കോസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്തു. സിയുടെ കേസിൽ മാത്രം ഏത് എക്സീഡ് ചെയ്യാണ്, കോസ്റ്റ് എക്സീഡ്സ് റവന്യൂ. റവന്യൂവിനെ അപേക്ഷിച്ച് കോസ്റ്റ് എക്സീഡ് ചെയ്യണം. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് അഡ്വൈസബിൾ. പ്രോഡക്റ്റ് സി നമുക്ക് അഡ്വൈസബിൾ അല്ല. ബാക്കി 3 പ്രോഡക്റ്റും ഇറ്റ് ക്യാൻ ബി സോൾഡ് ആഫ്റ്റർ ഫർദർ പ്രോസസ്സിംഗ്. ഇത് മാത്രം എന്ത് ചെയ്യാം, നമുക്ക് സ്പ്ലിറ്റ് ഓഫ് പോയിന്റിൽ തന്നെ നമുക്ക് സെയിൽ ചെയ്യാം. ഇതാണ് ഫസ്റ്റ് കേസ്. ഇനി സെക്കൻഡ് കേസിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, വി ആർ അപ്പോർഷനിങ് ദിസ് 2,33,250 among the 4 products. നോക്കാം നമുക്ക്. സെയിൽസ് വാല്യൂ, സെയിൽസ് നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. ഫർദർ പ്രോസസ്സിംഗ് ചാർജ് തന്നിട്ടുണ്ട്. ഫർദർ പ്രോസസ്സിംഗ് ചാർജസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കോളം നമുക്ക് പ്രൊവൈഡ് ചെയ്യാം, ഈക്വലൻറ്റ് സെയിൽസ് അറ്റ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റ്. ഈക്വലൻറ്റ് സെയിൽസ് അറ്റ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് കാണാം. നമുക്ക് ജോയിൻറ്റ് കോസ്റ്റ് അപ്പോർഷൻ ചെയ്യാം. ജോയിൻറ്റ് കോസ്റ്റ് അപ്പോർഷൻഡ്. ലാസ്റ്റ് കോളം വേണമെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ഓർ ലോസും കാണാം. ഇത്രയും കോളംസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. സെയിൽസ് ഉണ്ട്, നോക്കാം കേട്ടോ. സെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫർദർ പ്രോസസ്സിംഗ് ചാർജസ് ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദി പ്രോബ്ലം. നമ്മൾ ഈക്വലൻറ്റ് സെയിൽസ് വാല്യൂ കാണുകയാണ് അറ്റ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റിൽ മൈനസ് ചെയ്തിട്ട്. ഇനി നമ്മൾ ആ റേഷ്യോയിലാണ് എന്ത് അപ്പോർഷൻ ചെയ്യുക, ജോയിൻറ്റ് കോസ്റ്റ് നമ്മൾ അപ്പോർഷൻ ചെയ്യുക. ലാസ്റ്റ് കോളത്തിൽ പ്രോഫിറ്റ് ഓർ ലോസ്. ഫസ്റ്റ് സെയിൽസ് നമുക്ക് തന്നിരിക്കണേ എയുടെ നോക്കി, പ്രോഡക്റ്റ് 4 നമുക്ക് കൊടുക്കാം. എയുടെ സെയിൽസ് 2,10,000 ആണ്. എയുടെ സെയിൽസ് 2,10,000. 2,10,000. ബി ആണെങ്കിലോ 1,60,000. സി ആണെങ്കിൽ 48,000. 62,000. എ ബി സി ഡി 4 സെയിൽസ്. ഇതൊക്കെ പ്രോബ്ലത്തിലുള്ളതാണ്. ഫർദർ പ്രോസസ്സിംഗ് ചാർജസ് നമുക്ക് തന്നിരിക്കുന്നത് 80,000, 65,000. ഇത് വേണ്ടല്ലോ. പ്രോഡക്റ്റ് സി നമ്മൾ എന്ത് ചെയ്തു,
ഫർദർ പ്രോസസ്സിംഗ് ചാർജ് വേണ്ട, സ്പ്ലിറ്റ് ഓഫ് പോയിന്റിൽ വെച്ച് തന്നെ നമ്മൾ സെയിൽ ചെയ്യാണ്. എന്തുകൊണ്ടാണ്? ഈ കേസിൽ നമ്മൾ എന്താ വന്നത്, നമുക്ക് ഇൻക്രിമെന്റ് കുറയാൻ തുടങ്ങി, കോസ്റ്റ് കൂടാൻ തുടങ്ങി, അപ്പോൾ നമുക്ക് ലോസ് ആണ് അല്ലേ. അതുകൊണ്ട് സിയുടെ കേസിൽ നമുക്ക് ഫർദർ പ്രോസസ്സിംഗ് ചാർജ് വേണ്ട. ലാസ്റ്റ് 24,000. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ക്ലിയർ ആവണം. ഇവിടെ ബ്ലാങ്ക് ഇട്ടത് എന്താ, ഈ കേസിൽ നമ്മൾ ഇതിന് മുന്നേ പ്രിപ്പയർ ചെയ്ത സ്റ്റേറ്റ്മെന്റ് നോക്കിയപ്പോൾ പ്രോഡക്റ്റ് സിയുടെ കേസിൽ നമുക്ക് എന്താ വന്നത്, ഈ കോസ്റ്റ് എക്സീഡ്സ് റവന്യൂ. ബാക്കി 3 കേസിലോ റവന്യൂ എക്സീഡ്സ് കോസ്റ്റ്. അതുകൊണ്ട് നമ്മൾ അപ്പം തന്നെ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്, ഇറ്റ് ഈസ് നോട്ട് അഡ്വൈസബിൾ ഫോർ പ്രോഡക്റ്റ് സി. ഇനി നമ്മൾ നോക്കി, ഇപ്പോൾ സെയിൽസ് എടുത്തു. ഫർദർ പ്രോസസ്സിംഗ് കഴിഞ്ഞ് ഈ സെയിൽസ് എടുക്കാൻ കാരണം എന്താ, 2 സെയിൽസ് നമുക്ക് തന്നിട്ടില്ലേ. ഈ 3 പ്രോഡക്റ്റിൻ്റെ കേസിൽ നമുക്ക് ഫർദർ പ്രോസസ്സിംഗ് ആവാം അല്ലേ, നമുക്ക് ലാഭമാണ് വരുന്നത്. ഈ 3ാമത്തെ കേസിൽ മാത്രമേ എന്ത് വേണം, ഫർദർ പ്രോസസ്സിംഗ് വേണ്ട, അറ്റ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റിൽ തന്നെ നമുക്ക് സെയിൽ ചെയ്യാം. അപ്പോൾ സെയിൽ എഴുതി, ഫർദർ പ്രോസസ്സിംഗ് ചാർജസ് എഴുതി. ഇനി ഈക്വലന്റ് സെയിൽസ് വാല്യൂ അറ്റ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് ഇത് മൈനസ് ചെയ്തേ. അതായത് ഫസ്റ്റ് കോളത്തിൽ നിന്ന് സെക്കൻഡ് കോളം മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും, ഇവിടെ 1,30,000. സെക്കൻഡ് ആണെങ്കിലോ 1,60,000 മൈനസ് 65,000, ദാറ്റ് മീൻസ് 95,000. തേർഡ് കേസിലാണെങ്കിൽ 40, ഇതിപ്പോൾ മൈനസ് ചെയ്യാനില്ലല്ലോ, 48,000. ലാസ്റ്റ് കേസിലാണെങ്കിലോ 62,000 മൈനസ് 24,000, ദാറ്റ് ഈസ് 38,000. 38,000 അതായത് 1 മൈനസ് 2 സെയിൽസ് ആണ്. സെയിൽസ് ആഫ്റ്റർ ഫർദർ പ്രോസസ്സിംഗ് സെയിൽസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഫർദർ പ്രോസസ്സിംഗ് ചാർജസ് ഉണ്ട്, ഇത് മൈനസ് ചെയ്തപ്പോൾ നമുക്ക് ഈക്വലന്റ് സെയിൽസ് അറ്റ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് കിട്ടി. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കേസിൽ നമ്മളിവിടെ ബ്ലാങ്ക് കിട്ടുന്നത് കൊണ്ടാണ്. ഇത് പ്രയർ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് മനസ്സിലായി ഈ പ്രോഡക്റ്റ് ഫർദർ പ്രോസസ്സ് ചെയ്യേണ്ട, അങ്ങനെയാണെങ്കിൽ നമുക്ക് ലോസ് വരും അല്ലേ. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ബ്ലാങ്ക് ഇട്ടത്. അങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് ഈക്വലന്റ് സെയിൽസ് വാല്യൂ അറ്റ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ടോട്ടൽ വരുന്നത് 3,11,000 ആണ്. ടോട്ടൽ കംസ് ടു rupees 3,11,000. ഇനി നമുക്ക് ജോയിന്റ് കോസ്റ്റ് ഉണ്ട്, എത്ര രൂപ ഉണ്ടെന്ന് നമ്മൾ പ്രോബ്ലത്തിൽ പറഞ്ഞ 2,33,250 rupees. വി ഹാവ് ടു അപ്പോർഷൻ ദിസ് എമൗണ്ട് അല്ലേ, 2,33,250 rupees നമ്മൾ അപ്പോർഷൻ ചെയ്യണം. ഏത് റേഷ്യോയിൽ, ഈ റേഷ്യോയിൽ. ഏത് റേഷ്യോ എങ്ങനെ വരിക, 1,30,000 ഡിവൈഡഡ് ബൈ 3,11,000. സെക്കൻഡ് ആണെങ്കിലോ 95,000 ഡിവൈഡഡ് ബൈ 3,11,000. 48,000 divided by 3,11,000 and 38,000 divided by 3,11,000. ആ റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത എമൗണ്ട് ഇട്ടത് ടോട്ടൽ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ കംസ് ടു 2,33,250. അപ്പോൾ ഇവിടെ വരുന്നത് 97,500 rupees വരും ഫസ്റ്റ് കേസിൽ. എങ്ങനെ 80 എങ്ങനെ ചെയ്തത്, എത്ര രൂപയാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാനുള്ളത്, 233,250 അല്ലേ. 233,250 ഇൻറ്റു 1,30,000 ഡിവൈഡഡ് ബൈ 3,11,000. എമൗണ്ട് കംസ് ടു rupees 97,500. നെക്സ്റ്റ് എമൗണ്ട് 77,250. 77,250. സെക്കൻഡ് എമൗണ്ട്. തേർഡ് എമൗണ്ട് 36,000. 36,000 അതായത് 48,000. 2,33,250 into 48,000 divided by 3,11,000. ലാസ്റ്റ് എമൗണ്ട് 38,000 ആണ്. ഇത് അപ്പോർഷൻ ചെയ്യുമ്പോൾ 233,250 പ്രോഡക്റ്റ് ഡിയുടെ ഷെയർ വരുന്നത് 28,000 ആണ്. 28,000. ഇനി നമുക്ക് പ്രോഫിറ്റോ ലോസോ നോക്കാം. ലാസ്റ്റ് കോളത്തിൽ ഫസ്റ്റ് കേസിൽ നമുക്ക് പ്രോഫിറ്റ് വരുന്നത് ദിസ് മൈനസ് ദിസ് 32,500. സെക്കൻഡ് കേസ് ആണെങ്കിൽ 23,750. 23,750. തേർഡ് കേസിൽ 12,000. and last case 9,000. ₹9,500. Last case നമുക്ക് 9,500 rupees.
ഇതിൻ്റെ ടോട്ടൽ വരികയാണെങ്കിൽ 7,500. ഇനി നോക്കിക്കോട്ടോ, ഒന്നുകൂടെ നോക്കിക്കോ. നോക്കാം നമ്മൾ എന്ത് ചെയ്തത്. ഈ പ്രോബ്ലത്തിൽ നമ്മളോട് പറയുന്നു നമുക്ക് 4 പ്രോഡക്ട്സ് ഉണ്ട് അല്ലേ. ദീസ് പ്രോഡക്റ്റ് ക്യാൻ ബി സോൾഡ് ഐദർ അറ്റ് ദി സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് ഓർ ആഫ്റ്റർ ഫർദർ പ്രോസസ്സിംഗ്. പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിക്കുന്നത് ഏത് പ്രോഡക്റ്റാണ് നമുക്ക് അഡ്വൈസബിൾ ആയിട്ടുള്ളതെന്നാണ്. ഏത് പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ സ്പ്ലിറ്റ് ഓഫ് പോയിന്റിൽ വിൽക്കണം, ഏത് പ്രോഡക്റ്റ് ആഫ്റ്റർ ഫർദർ പ്രോസസ്സിംഗ് ആവശ്യമുണ്ടെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരച്ച് നോക്കി. സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് എന്താ പ്രോഫിറ്റ് ഓർ ലോസ് അല്ലേ. അതിൽ നമ്മൾ നോക്കി റവന്യൂ 2 സെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ് അതാണ് നമ്മൾ കോളം പ്രൊവൈഡ് ചെയ്തത്. ഇൻക്രിമെൻ്റൽ സെയിൽസ് വാല്യൂ എന്നിട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ദി 2 സെയിൽസ് ഏതൊക്കെയാണ്? ഒരു സെയിൽ സ്പ്ലിറ്റ് ഓഫ് പോയിന്റും ഒരു സെയിൽ ആഫ്റ്റർ ഫർദർ പ്രോസസ്സിങ്ങും. ഫർദർ പ്രോസസ്സിംഗ് ചാർജും കൂടെ മൈനസ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി പ്രോഡക്റ്റ് സിയുടെ കേസിൽ തേർഡ് പ്രോഡക്റ്റിൻ്റെ കേസ് വന്നപ്പോൾ ഏത് എക്സീഡ് ചെയ്യാൻ തുടങ്ങി? കോസ്റ്റ് എക്സീഡ്സ് റവന്യൂ. അതുകൊണ്ട് സി അഡ്വൈസബിൾ അല്ല. ഫർദർ പ്രോസസ്സിങ്ങിന് സി അഡ്വൈസബിൾ അല്ല. ഇറ്റ് ക്യാൻ ബി സോൾഡ് അറ്റ് ദി സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് ഇറ്റ് സെൽഫ്. ഇനി നമ്മൾ നോക്കുന്ന അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് എന്താ അപ്പോർഷൻമെൻറ്റ് ഓഫ് ജോയിൻറ്റ് കോസ്റ്റ്. നമുക്ക് എത്ര രൂപ അപ്പോർഷൻ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കണേ? 2,33,250 rupees നമ്മൾ അപ്പോർഷൻ ചെയ്യണം എമംഗ് ദി 4 പ്രോഡക്റ്റ് എ ബി സി ആൻഡ് ഡി. അപ്പോൾ സെയിൽസ് നമ്മൾ എടുത്തു. ഫർദർ പ്രോസസ്സിങ്ങിലെ സെയിലാണ് എടുക്കുക. അത് 3 പ്രോഡക്റ്റിനും ഫർദർ പ്രോസസ്സിങ് ആവാമല്ലോ എക്സെപ്റ്റ് പ്രോഡക്റ്റ് സി. അപ്പോൾ സെയിൽസ് നമ്മൾ 4 എടുത്തിട്ടുണ്ട്. പിന്നെ ഫർദർ പ്രോസസ്സിങ് ചാർജസ് എടുത്തു. ഇതിൻ്റെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്തില്ല, റീസൺ പറഞ്ഞല്ലോ. ഇനി ഈക്വലൻറ്റ് സെയിൽസ് വാല്യൂ, അതായത് സെയിൽസ് വാല്യൂ മൈനസ് ഫർദർ പ്രോസസ്സിംഗ് ചാർജ് നോക്കിയപ്പോൾ സ്പ്ലിറ്റ് ഓഫ് പോയിന്റിൽ നോക്കുമ്പോൾ 4 പ്രോഡക്റ്റിൻ്റെയും സെയിൽസ് നമുക്ക് കിട്ടി. ടോട്ടൽ കംസ് ടു rupees 3,11,000. വി ഹാവ് ടു അപ്പോർഷൻ ദിസ് എമൗണ്ട്. ഈ റേഷ്യോയിലാണ് നമ്മൾ ഈ എമൗണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റേഷ്യോ എന്ന് പറഞ്ഞ് ഫസ്റ്റ് പ്രോഡക്റ്റിൻ്റെ റേഷ്യോ, പ്രോഡക്റ്റ് എയുടെ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? അപ്പോർഷൻ ചെയ്യാനുള്ള എമൗണ്ട് എത്രയാണ്? 233,250 ആണ്. അപ്പോൾ എയുടെ പോർഷൻ എങ്ങനെ വരും? 233,250 ടോട്ടൽ എമൗണ്ട് അല്ലേ. എയുടെ പോർഷൻ എന്ന് പറയുന്നത് 2,33,250 ഇൻറ്റു എത്രയാണ്? 1,30,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാണ്? 3,11,000. ഇതുപോലെ 4 പ്രോഡക്റ്റിന് ടോട്ടൽ 233,250 ആണ്. റേഷ്യോ വരുന്നത് ഫസ്റ്റ് റേഷ്യോ 130 ഡിവൈഡഡ് ബൈ 311. സെക്കൻഡ് റേഷ്യോ ആണെങ്കിലോ 233,250 ഇൻറ്റു 95,000 ഡിവൈഡഡ് ബൈ 3,11,000. അങ്ങനെ 4 കേസും വരും. ഈ തേർഡ് കേസിൽ എങ്ങനെ വരും? 2,33,250 ഇൻറ്റു 48,000 ഡിവൈഡഡ് ബൈ 3,11,000. അപ്പോൾ 36,000 വരും. ലാസ്റ്റ് കേസ് വരും. ഇങ്ങനെ ടോട്ടൽ കംസ് ടു rupees 233,250. ഇനി നമ്മൾ നോക്കി പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കി. അപ്പോൾ ഈക്വലൻറ്റ് സെയിൽസ് കിട്ടിയിട്ടുണ്ട്. ഇനി അപ്പോർഷൻ കോസ്റ്റ് നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ 4 കേസിൽ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഏറ്റവും പ്രോഫിറ്റ് കുറവ് വരുന്നത് ഏതാണ്? സിയുടെ കേസിലാണ്. ദിസ് ഈസ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് അപ്പോർഷൻമെൻറ്റ് ഓഫ് കോസ്റ്റ് ഓൺ ദി ബേസിസ് ഓഫ് എന്ത് സ്യൂട്ടബിൾ ബേസിസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് ബേസാണ് നമ്മൾ എടുത്തത്? സെയിൽസ് വാല്യൂ ബേസിസ്. These are the cost methods. മൊത്തം നമ്മൾ 9 മെത്തേഡ്സ് പഠിച്ചു. നോൺ കോസ്റ്റ് മെത്തേഡ്സിൽ ഒരു 6 എണ്ണം, കോസ്റ്റ് മെത്തേഡ്സിൽ 3 എണ്ണം. ഏതൊക്കെയാണ്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, സ്റ്റാൻഡേർഡ് കോസ്റ്റ്, ലാസ്റ്റ് വൺ അപ്പോർഷൻമെൻറ്റ് ഓൺ സ്യൂട്ടബിൾ ബേസിസ്. These are the 9 methods for accounting of by products. Okay.